പ്ലെയിനിൽ കയറി പറന്ന് രക്ഷപ്പെടുന്നു. അവരുടെ പുറകിൽ തന്നെ ഹെലികോപ്റ്ററിൽ നെത്താനിയലും വരുന്നു. ഈ എർത്തിന്റെ അതിമനോഹരമായിട്ടുള്ള വ്യൂവിനെ കോളൻ കാണുന്നു, ഒരുപാട് സന്തോഷിക്കുന്നു. ഹേ കോളൻ, ഒരുപാട് അങ്ങ് സന്തോഷിക്കണ്ട, ഫ്യൂളില്ല, തീരാറായി, നമ്മളിപ്പോ താഴെ വീഴുമെന്ന് പറഞ്ഞ് ആ എയ്റോപ്ലെയിൻ പതിയെ താഴേക്ക് വരുന്നു. എങ്ങനെയോ തുൾസ സ്മൂത്ത് ആയിട്ട് ലാൻഡ് ചെയ്യുന്നു. എന്നാലും എയ്റോപ്ലെയിൻ നിൽക്കുന്നില്ല, അത് തന്നെ നിന്നാലും. തുൾസ, നിനക്കൊക്കെ ആരുടെ ലൈസൻസ് എന്നേ? ബ്രേക്ക് ഇട് എന്ന് പറയുമ്പോൾ തുൾസ പറയുന്നു, ബ്രേക്ക് ഉണ്ടല്ലേ, ഇത് തന്നെ നിന്നാലേ ഉള്ളൂ, ആ നമുക്ക് ചാടാമെന്ന് പറഞ്ഞ് രണ്ടുപേരും ചാടുന്നു. ആ എയ്റോപ്ലെയിൻ ഒരു വീടും തകർത്ത് അവിടെ ബ്ലാസ്റ്റ് ആകുന്നു. അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് ഓടിപ്പോകുന്നു. ഡാനിയലും അയാളുടെ ടീമും ബ്ലാസ്റ്റ് ആയ ആ സ്പോട്ടിൽ എന്തെങ്കിലും ബോഡി ഉണ്ടെന്ന് നോക്കുന്നു. അവിടെ യാതൊരു ഡെഡ് ബോഡിയും ഇങ്ങനെയാണെങ്കിൽ അവർ മരിച്ചിട്ടില്ല എന്ന് അവർ മനസ്സിലാക്കുന്നു. ദുൾസയും കോർലാൻഡും ഒരു കാർ എടുത്തുകൊണ്ട് കോർലാൻഡിന്റെ അച്ഛനെ കാണാൻ പോകുന്നു. ദുൾസ കോർലാൻഡിനോട് ചോദിക്കുവാണ്, നിന്റെ അമ്മ എങ്ങനെയാണ് മരിച്ചു പോയത്? മാർസിൽ വരുന്ന മുമ്പ് തന്നെ അമ്മ പ്രഗ്നന്റ് ആയിരുന്നു, എന്നെ അവിടെ വെച്ച് തന്നെ പ്രസവിച്ചു, അപ്പോൾ തന്നെയാണ് അമ്മ മരണപ്പെട്ടത്. ദുൾസയ്ക്ക് ശരിക്കും ദേഷ്യം വരുന്നു. മാർസ് എപ്പോ നോക്കിയാലും മാർസ് എന്ന് പറയുന്ന വണ്ടി ഒരു സൈഡിലേക്ക് ചേർക്കുന്നു.